ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ ഒരു ലഡു തയ്യാറാക്കിയെടുത്താലോ? വളരെ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഈ ലഡുവൊക്കെ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതിന് വേണ്ടത് കടലമാവാണ്. ഞാനിവിടെ 1 കപ്പ് കടലമാവാണ് ഉപയോഗിക്കുന്നത്. ഇത് അര കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണ്. അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ട് എടുക്കുന്നത്. 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അല്പം പോലും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡ് ലഡുവാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് റെഡ് കളർ യൂസ് ചെയ്യുന്നത്. നമുക്ക് യെല്ലോ കളറോ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കി തുടങ്ങാം. ഇതുപോലെ അടിയിൽ ഹോളുകളുള്ള ഒരു പാത്രമാണ് നമുക്കിതിന് വേണ്ടത്. നമ്മുടെ വീട്ടിലുള്ള അരിപ്പത്തട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കണം. കട്ട കെട്ടാതെ ചുറ്റിച്ച് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ ഓരോ ബോൾസ് ആയിട്ട് കിട്ടും. ഇത് നന്നായിട്ട് ഫ്രൈ ആയി ക്രിസ്പി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. ഇതുപോലെ നമ്മൾ എല്ലാ മാവും ഇതുപോലെ ബൂന്തി ഉണ്ടാക്കി മാറ്റി വെക്കണം. ചെറിയ ചെറിയ കട്ടകളായിട്ട് ബൂന്തി ഉണ്ടാക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിത് എല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തിരി വലിയ വലിയ പീസാക്കിയിട്ട് എടുത്താലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഇതാ ഞാൻ ഈ ഫുൾ മാവും ഇതുപോലെ ബൂന്തിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇതിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല, നമ്മളത് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ലോണം ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറേശ്ശെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കരുത്, ചെറിയ തരിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് പൊടിച്ച് മാറ്റി വെക്കാം. അതെല്ലാം ഞാൻ പൊടിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പഞ്ചസാര പാനി തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഏകദേശം 1.5 കപ്പ് പഞ്ചസാരയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് ഒരുപാട് മധുരമൊന്നുമില്ല, ഒരു നോർമൽ മധുരം മാത്രമേ ഉള്ളൂ. ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി 2 ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഞാനിവിടെ ഏലക്ക അതുപോലെ പിച്ചെടുത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഡ്രോപ്പ് റെഡ് ഫുഡ് കളറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഈ ബൂന്തി ചേർത്ത് കൊടുക്കണം. ഫുള്ളായിട്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ കാഷ്യൂവും കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ബൂന്തി ഈ പഞ്ചസാര സിറപ്പ് മൊത്തം വലിച്ചെടുത്ത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വരും. അതുവരെ നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 വലിയ ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പശുവിൻ നെയ്യ് ചേർക്കുമ്പോഴാണ് ലഡുവിന് നല്ല ഒരു സ്മെല്ലൊക്കെ കിട്ടുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഉള്ള ഒരു സ്മെല്ലൊക്കെ കിട്ടുന്നത് ഈ പശുവിൻ നെയ്യ് ചേർക്കുമ്പോഴാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തണുത്ത് പോകരുത്, ഒരുവിധം ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ നമ്മുടെ ബോൾസ് ആക്കിയിട്ട് എല്ലാം ഞാനിവിടെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ലഡുവും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്